T20 ക്രിക്കറ്റ് വേൾഡ് കപ്പിനിടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പന്തിൽ കൃത്രിമം കാട്ടിയെന്ന ഗുരുതര ആരോപണവുമായി പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ മുൻ ക്യാപ്റ്റനും ചീഫ് സെലക്ടറുമായ ഇൻസമാം ഉൽ ഹക്ക് രംഗത്ത് വന്നിരുന്നു. ഓസ്ട്രേലിയക്കെതിരെ തിങ്കളാഴ്ച നടന്ന സൂപ്പർ 8 മത്സരത്തിനിടെ ഇന്ത്യൻ താരങ്ങൾ പന്തിൽ കൃത്രിമം കാട്ടിയെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. മത്സരത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ 24 റൺസിനായിരുന്നു പരാജയപ്പെടുത്തിയത്. അങ്ങനെ ഇത്തവണ ഓസ്ട്രേലിയ സെമിഫൈനൽ കാണാതെ പുറത്താവുകയും ചെയ്തിരുന്നു. മത്സരത്തിനിടെ ഇന്ത്യയുടെ ഇടംകയ്യൻ പേസർ അർഷദീപ് സിംഗിന് ലഭിച്ച അസാധാരണ റിവേഴ്സ് സിംഗ് ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യ പന്തിൽ കൃത്രിമം കാട്ടിയെന്ന് ഗുരുതര ആരോപണം ഇൻസമാം ഉന്നയിച്ചത്. മത്സരത്തിന്റെ നിർണായക ഘട്ടത്തിൽ 16ാം ഓവറിൽ തന്റെ രണ്ടാം സ്പെല്ലിനായി എത്തിയ അർഷദീപ് റിവേഴ്സ് സിംഗ് കണ്ടെത്തിയിരുന്നു. പഴയ പന്തിലാണ് സാധാരണഗതിയിൽ റിവേഴ്സ് സിംഗ് ലഭിക്കുകയെന്ന് ഇൻസമാം ചൂണ്ടിക്കാട്ടി. ഒരു T20 ഇന്നിംഗ്സിന് വെറും 20 ഓവർ മാത്രമാണ് ദൈർഘ്യമെന്നിരിക്കെ താരതമ്യേന പുതിയ പന്തിൽ ഇന്ത്യൻ താരം എങ്ങനെയാണ് റിവേഴ്സ് സിംഗ് കണ്ടെത്തുകയെന്നാണ് ഇൻസമാമിന്റെ ചോദ്യം. 12ാം ഓവറും 13ാം ഓവറുമായപ്പോഴേക്കും പന്തിന് റിവേഴ്സ് സിംഗ് ലഭിക്കുന്നുണ്ടായിരുന്നുവെന്നും അദ്ദേഹം ചോദിച്ചു. പിന്നെ അർഷദീപ് പന്തെറിയാൻ എത്തിയപ്പോൾ തന്നെ റിവേഴ്സിംഗ് എങ്ങനെയാണ് ലഭിച്ചത്? ഇത്തരം കാര്യങ്ങളിൽ അമ്പയർമാർ കണ്ണു തുറന്നു വെക്കുന്നത് നല്ലതാണെന്നും അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇക്കാര്യം ഞാൻ തുറന്നു പറയുന്നതിന് ഒരു കാരണം കൂടിയുണ്ട്. പാകിസ്ഥാൻ താരങ്ങളാണ് ഇത് ചെയ്തതെങ്കിൽ എന്തായിരിക്കും അവിടെ ഉണ്ടാകുന്ന ബഹളം? എന്താണ് റിവേഴ്സിംഗ് എന്ന് നമുക്കെല്ലാം അറിയാം. അർഷദീപിനെ പോലെ ഒരു താരത്തിന് 16ാം ഓവറിൽ റിവേഴ്സിംഗ് ലഭിക്കണമെങ്കിൽ ആ പന്തിൽ കാര്യമായി തന്നെ പണിയെടുത്തിട്ടുണ്ടെന്ന് വ്യക്തമാണ്. ജസ്പ്രീത് ബുംറയുടെ ബോളിംഗ് ആക്ഷൻ വെച്ച് അദ്ദേഹത്തിന് സിംഗ് ലഭിച്ചിരുന്നെങ്കിൽ മനസ്സിലാക്കാമായിരുന്നുവെന്നും അർഷദീപിന് ലഭിക്കാൻ ഒരു സാധ്യതയുമില്ലെന്നും ഇൻസമാം ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇൻസമാമിന്റെ ഈ ആരോപണത്തിനെതിരെ മറുപടി ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ തന്നെ നൽകിയിരിക്കുകയാണ്. രോഹിത്തിന്റെ വാക്കുകൾ ഇതാണ്: ഇതിനെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാണ്? നിങ്ങൾ ഇവിടുത്തെ പരുക്കൻ പ്രതലങ്ങളും ചൂടും കാണുന്നില്ലേ? ഇത് ഓസ്ട്രേലിയയോ ഇംഗ്ലണ്ടോ അല്ല. ഇവിടുത്തെ കണ്ടീഷനുകൾക്കനുസരിച്ചാണ് 12 മുതൽ 15 ഓവറുകളിൽ റിവേഴ്സിംഗുകൾ ലഭിക്കുന്നത്. ഇത് എല്ലാ ടീമുകൾക്കും സംഭവിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് മാത്രമല്ല. ചില സമയങ്ങളിൽ മനുഷ്യർ അവരുടെ മനസ്സ് തുറന്നു ചിന്തിക്കേണ്ടത് ആവശ്യമാണെന്നും രോഹിത് പറഞ്ഞു. നേരത്തെ US-ക്കെതിരായ മത്സരത്തിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമും അവരുടെ പേസ് ബോളർ ഹാരിസ് റൌഫും പന്ത് ചുരണ്ടിയെന്ന ആരോപണം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ത്യൻ താരങ്ങൾ പന്തിൽ കൃത്രിമം കാട്ടിയെന്ന ആരോപണം ഇൻസമാം ഉൽ ഹക്ക് ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ത്യക്ക് മുന്നിൽ ഇനിയുള്ളത് ഇംഗ്ലണ്ടിനെതിരെയുള്ള സെമിഫൈനൽ പോരാട്ടമാണ്. അതിൽ വിജയം നേടിയാൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഫൈനൽ കളിക്കാം. അതിലും ജയിച്ച് കിരീടം സ്വന്തമാക്കി മടങ്ങാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. ആവേശകരമായ പോരാട്ടങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.